എന്തെങ്ങനെ വന്ന് കിടക്കണ ഉമ്മർത്ത്? അത് ഞാൻ എന്തുണ്ട്? ഒന്നും ചെയ്യണ്ട, വെറുതെ ഇങ്ങനെ ഇരിക്ക. പിന്നെ തന്നെ വേറെ ഒരു പണിയില്ലല്ലോ അല്ലേ? നീ പണിക്ക് പോകണല്ലേ? ഞാൻ പണിക്ക് പോകാൻ പോവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണിക്ക് പോവാലോ? നീ പണിക്ക് പോണ കാരണം ഞാൻ എന്തെങ്കിലും ഒരു പണിക്ക് പോവാല്ലേ? നിങ്ങൾക്ക് ഒരു നാണോ തോന്നണില്ലേ ശീതളേട്ടാ? ഞാൻ കാട്ടുമുണ്ടൊക്കെ കിടക്കുന്നത്. എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിക്കൂടെ? എന്ത് ജോലിക്കാ പോവാ? 24 മണിക്കൂർ ഈ കിടപ്പ് തന്നെ കിടപ്പ്. ഈ കിടന്നിട്ട് എന്ത് കിട്ടാനാ നിങ്ങൾക്ക്? എന്താ മിണ്ടാതിരിക്കുന്ന മണ്ട, അല്ലെങ്കിൽ അങ്ങനെ മനുഷ്യനെ വയ്യാണ്ടിരിക്കുക. നിങ്ങൾക്ക് എന്താ ഇത്ര വയ്യായിക? കൊളസ്ട്രോള്. പിന്നെ തിന്നാ ഉറങ്ങാ എപ്പോഴും തിന്നോണ്ടിരിക്കയാണ്. കൊളസ്ട്രോൾ വരാതിരിക്കോ? ഒരു 10 ചോട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നടക്കാൻ പാടില്ലേ? വേണ്ടത് പുല്ല് പിടിച്ചേക്കണു മിറ്റത്ത്, അതൊന്ന് പറിച്ചോളാമല്ലോ. കൊളസ്ട്രോളിനോ? ദേഹം അനങ്ങാത്തോണ്ടാണ് നിങ്ങൾക്ക് ഈ ക്ഷീണോന്ന്. ഒരു പരിധി കൂടുതൽ മനുഷ്യന്മാര് കിടക്കാൻ പാടില്ല. ഇങ്ങനെ ഉണ്ടാവും മനുഷ്യര്. നിനക്കൊന്നിപ്പോ എവിടെ പണി? എനിക്ക് എവിടെയാണ് പണിന്ന് വെച്ചാൽ ഞാൻ പൊക്കോളാം. വെറുതെ ആവശ്യമില്ലാതെ നാട്ടുകാര് വെറുതെ അറിയണത് ഭാര്യ വീട്ടിൽ വന്ന് സുഖിക്കാണ്. ഓ, ഭയങ്കര സുഖമുള്ള സ്ഥലം അത്. പിന്നെ അല്ലാതെ നിങ്ങൾ ഇവിടെ എന്താ ചെയ്യണത്? നിങ്ങൾ ചെയ്യണ ഒരു കാര്യം പറഞ്ഞേ. ഇവിടെ പിന്നെ പാത്രമൊന്നും നിങ്ങൾ കഴുകി വെക്കാറുണ്ടോ? അത് ശരി. അപ്പൊ ഇവിടുത്തെ വീട്ടുപണിക്കാനിപ്പോ നീ അതാണ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതേ, നിന്റെ അച്ഛൻ ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് നരയിക്കേണ്ട വെച്ചിട്ടാ ഞാൻ ഇപ്പൊ അവിടെ നിന്ന് നിന്നെ കൂട്ടി വന്നിട്ടുള്ളത് കേട്ടാ. അയ്യോ, അല്ലാതെ എന്റെ അച്ഛൻ പാവം ഈ റോട്ടിൽ അവിടെ ഇവിടെ നടന്ന് ലോട്ടറി വിറ്റ് കിട്ടണ പൈസ ഊറ്റാൻ വേണ്ടി അല്ല ഇവിടെ വന്ന് നിക്കണത് അല്ലേ? ഈ ലോട്ടറി വിറ്റിട്ട് ലക്ഷങ്ങളാണല്ലോ അവിടെ കിട്ടുന്നത്. ലക്ഷങ്ങൾ വേണ്ട എന്തായാലും, അതുകൊണ്ടാണല്ലോ കഞ്ഞി കുടിക്കണത്. ഞാൻ തുടങ്ങിയ ബിസിനസ് പൊളിഞ്ഞു പോയി, അതിന് കുറച്ച് കാശ് ചെലവായി. അതിന്റെ തണ്ണല്ല ഇപ്പൊ നീ പറയണേ. നിങ്ങൾക്ക് ബിസിനസ് പറഞ്ഞിട്ടില്ല. വേറെ എന്തെല്ലാം ജോലിയുണ്ട് ഈ നാട്ടില്? ശമ്പളം കിട്ടണ എന്തെങ്കിലും ഒരു പണിക്ക് നിങ്ങൾക്ക് പൊക്കൂടെ? ദിവസക്കൂലിക്ക് ആൾക്കാർ പോണില്ലേ? ദിവസക്കൂലിക്ക് പറഞ്ഞ എന്ത് പണി? ഒന്നുമില്ല, നിങ്ങൾക്ക് കിളയ്ക്കാൻ പോവല്ല. എന്തേ അങ്ങനെ വരട്ടെ, എന്നെ കൂലിപ്പണിക്ക് വിടണം നിനക്ക് അല്ലേ? ഓരോരോ ബിസിനസ് ആലോചിച്ചിട്ട് എങ്ങനെ മനുഷ്യൻ രക്ഷപ്പെടാന്ന് ആലോചിച്ചോണ്ട് നിൽക്കുമ്പോ നിന്റെ മാതിരി കൂലിപ്പണിയും അച്ഛന്റെ മാതിരി ലോട്ടറി വിൽക്കാനപ്പൊ നീ ഉദ്ദേശിക്കുന്നത്. അതുള്ളതുകൊണ്ട് എന്തെങ്കിലും തിന്നണം നിങ്ങൾ. എന്തെന്ന് ഇത്ര ആലോചിക്കണേന്ന് എനിക്ക് മനസ്സിലാകത്തെ. ആലോചിക്കുന്നത് നേരെ ഒരു നല്ലൊരു രീതിയിൽ ഉയർച്ച ഉണ്ടാവണം ജീവിതത്തിൽ. ഇത്രയും കാലം ആലോചിച്ചിട്ട് ഒരു ഉയർച്ചയും വന്നില്ലല്ലോ. തുടങ്ങണേറ്റ് മുമ്പ് നിർത്തല്ലേ കരച്ചിലും. എന്തെന്ന് തുടങ്ങണേറ്റ് മുമ്പ് നിങ്ങളോട് പറഞ്ഞിക്ക. അച്ഛാ വാ അച്ഛാ, നമ്മള് വൈകും. എന്നെ പറഞ്ഞു ഞാനും വേഗം പോവാൻ നോക്ക്. 10 പൈസ കിട്ടണമെങ്കിൽ നിങ്ങൾക്കൊക്കെ നേരം വെക്കുമ്പോട്ട് വൈകുന്നേരം വരെ പണിയണം. ഞാൻ ഇവിടെ ചിന്തിക്കണ 1 മണിക്കൂർ പണിത 1 ലക്ഷം ഉറുപ്പ്യ കിട്ടുമോ? പിന്നെ അതിനെ കുറിച്ച് ഞാൻ 1 ലക്ഷം രൂപ കിട്ടാതെ അച്ഛാ, 1 ലക്ഷം രൂപ 1 മണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പോണെന്ന് ഇവിടെ ഇരുന്നോണ്ടേ. ഈ പരമമാറി ഉണ്ടാക്കാൻ വേണ്ടി പോണതാ. എടാ വല്ല പണിക്കും പോണ നായേ. മോളെ ഞാൻ കെട്ടിയേക്കാട്ടാ, എന്നെ മോള് കെട്ടിയേക്കല്ല. നീ കെട്ടിയതിന്റെ മോളാണ് ഇപ്പൊ ഈ കാണുന്നത്. ഇതാവും പോലെ എന്റെ മോളും ഞാനും കഷ്ടപ്പെടുന്നത്. അത് തന്നെ, നല്ല അന്തസ്സായിട്ടാണ് എന്റെ അച്ഛൻ എന്നെ കെട്ടിച്ചു വിട്ടത്. 20 പവന്റെ സ്വർണം അങ്ങോട്ട് തന്നില്ലേ? അതിനൊന്നും കണക്കില്ലേ? നിനക്കിപ്പോ എന്താ നഷ്ടം ഉണ്ടായി? 20 പവന കൊണ്ട് നല്ല ഒന്നാന്തരം ഒരു ബിസിനസ് ചെയ്യാൻ ഞാൻ നോക്കിയത്. അത് ആ രീതിയിൽ ഇത്തിരി ചെലവായി അല്ലേ? അത്രയല്ല. ഞാൻ എന്റെ ഒരു ബിസിനസ് ആവുന്ന വരെ കുറച്ചു നേരം റെസ്റ്റ് എടുക്കണോ? അതിന് സ്വൈര്യം തരില്ല അച്ഛന്. എടാ നിന്നെപ്പോലെ എത്ര പേരുണ്ട്, കണ്ണില്ലാത്തവർ, കാലില്ലാത്തവർ, കൈയില്ലാത്തവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നുണ്ട്. നീ ഒന്ന് പണിക്ക് പോണിക്കൂടെ നിനക്ക്? ഇപ്പൊ എന്റെ കൈയും കാലും കൂടി തല്ലും മുറിച്ചിട്ട് ധർമ്മത്തിന് വിടാനുള്ള പരിപാടിയാ. ഇപ്പൊ അത് തന്നെ വേണം. അച്ഛാ വെറുതെ വർത്താനം പറഞ്ഞ് നമ്മുടെ സമയം കളയണം. വാ നമുക്ക് പോവാം. ഇവിടെ ഇരുന്നോ അങ്ങനെ? രണ്ടാളും കൂടി ഒരു കൂസലും ഇല്ലാണ്ട് പണിക്കിറങ്ങി പോകുമ്പോഴേ ഒരു പട്ടിറ മാതിരി വീട് കാവലിനിരിക്കാൻ ഞാൻ. നീ ആ പട്ടിനപ്പൊ വാങ്ങിക്കണ്ട മോനെ. ഭാര്യ മോളാ നീ. കഷ്ടപ്പാടാണ് ഈ പ്രായത്തിലും. ഇത് കഴിഞ്ഞൂട്ടാ, കണക്കായി പോയി. മറക്കണ്ട. അങ്ങനെ കടന്നിരുന്നത് ഇന്ന് ഞാൻ എവിടെ ആലോചിച്ച് വെച്ചതൊന്നും കൂടി ഓർമ്മില്ല. എന്ത് ജീവിതാ അത് വീട്ടില് കേറി വന്നു.
അയ്യോ ഇത് എന്തിനാ പറ്റൊക്കെ നേരം മുഴക്കുമ്പോ കുളിച്ചിറങ്ങി പണിക്ക് പോണെന്ന ഞാനാല് നല്ല ഗുണണ്ടോ നല്ല ചിന്തല്ലേ ആവുന്റെ സത്യസാറെ ആകെ വലഞ്ഞു. എന്തുപറ്റി? ഈ നശിച്ച KSRTC ജോലി ചെയ്യോണ്ടേ ഇപ്പൊ 7 മാസമായിട്ട് എനിക്ക് പെൻഷൻ ഇല്ല. ഈ മാസവും ഇല്ലാന്ന് കണ്ട. നിങ്ങൾക്കിപ്പോ പെൻഷൻ ഈ പണി എടുത്തറന്ന കാലത്ത് ശമ്പളം കിട്ടിയിരുന്നല്ലോ. ഉണ്ടായിരുന്നു. ഇപ്പൊ KSRTC പണിയെടുക്കുന്നവർക്ക് ശമ്പളം തന്നെ ഇല്ലാന്നാ പറയുന്നത്. ആ കാര്യത്തിലൊക്കെ സത്യസാറെ നിങ്ങളാട്ടോ ഭാഗ്യം ചെയ്തവര്. നിങ്ങൾ ഈ പുരാവസ്തു ഗവേഷണ വകുപ്പിലായോണ്ടേ അതെ, പണിയെടുക്കണ്ട കണ്ടമാനം ശമ്പളം കിട്ടിയിരുന്നു. ഇപ്പൊ പെൻഷനും ഉണ്ട്. അതൊക്കെ കിട്ടുന്നുണ്ട്. എന്തൊക്കെ നിങ്ങൾ കാണിക്കണേ? ഈ കൗത്തൊളിക്ക് പോലെ ഇങ്ങനെയൊക്കെ പിടിച്ചു വലിച്ചാല് ഈ കച്ചാല പിടിച്ച് ധരിച്ചാ പോരെ? നരയല്ലേ ഇടല്ല, നരയെടുക്കാനല്ലേ പറഞ്ഞു. അതിന് കൗത്ത് ഇങ്ങനെ പിടിച്ച് ഉളുക്കി പോകരുത്. നരയല്ല മതി നിങ്ങളെ ഒലക്കമല മുടി വെട്ടി ഇങ്ങനെ കളിക്കാൻ മനുഷ്യനെടുത്ത് അല്ലാന്ന് ഒരുത്തൻ നേരെ പിടിച്ച് പറിക്കാൻ പറഞ്ഞു. കമ്പീരായിട്ട് എടുത്താൽ മൂപ്പര് നാര മാത്രം എടുക്കണം പറഞ്ഞ പിന്നെ എന്നാ ഞാൻ അങ്ങനെ മിണ്ടാ നിങ്ങൾ പണിയെടുത്തോ. കണ്ണ് കാണില്ല മൂപ്പർക്ക് കത്തിലുണ്ട് ഒരു കുത്ത്. കണ്ണ് കാണില്ല പറഞ്ഞു കഴിഞ്ഞാൽ അടക്കം ഇവിടെ വരേണ്ട ആവശ്യമുണ്ടോ? ഇവിടെ 30 റുപ്യ കൊടുക്കണ്ടോ? അതുകൊണ്ട് വരണല്ലേ 100 റുപ്യ കൊടുത്ത് അവിടെ പോയാൽ നല്ല കടകളിൽ അവിടെ പോയിട്ട് നിങ്ങളെ കൂട്ടിക്കളി അല്ല നോലക്ക് ഇവിടെ ബേനായി പോയി. മുടി വെട്ടിയില്ലപ്പോ മുടി വെട്ടി കോല കണ്ടില്ലെങ്കിൽ മുടി വെട്ടില് കണ്ണ് കാണില്ല അയാൾക്ക്. അണക്ക് ഭ്രാന്തുണ്ട് ചങ്ങ. നരച്ച മുടി എന്തിനാ കളയാൻ നിൽക്കണം? അത് കറപ്പിക്കാനുള്ള ബെല്ലം ചെയ്താ പോരെ. അയക്ക് അലർജിയാണ്, അതാണ് കറപ്പിക്കാൻ പറ്റൂല. അല്ല എല്ലാം കൂടി എല്ലുകാരന്റെ മതി അയക്കി കഴിഞ്ഞ മൂപ്പര്. പിന്നല്ലാതെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. കൂട്ടിക്കാളി പീടിയ കണ്ട് ഇതവന്റെ അടവാന്ന് പൈസ തരാണ്ടിരിക്കാനല്ലേ ചെറുക്കാൻ പൈസ കിട്ടടാ. അങ്ങനെ പറ്റില്ല ഇരിക്കോ. ഇതിനി പറ്റോ? നാളത്തെ ലോട്ടറി വേണ്ടേ? നാളെയാണ് കേരള 75 ലക്ഷം രൂപ ഒന്നാം സമ്മാനം 75 ലക്ഷം രൂപ. നാളെയാണ് രാഘവ എടുക്കണ്ടേ? വേണ്ടേ? എടുക്കണോ? സുമേഷ് ചേട്ടാ എങ്ങനെ കച്ചവടമൊക്കെ എങ്ങനെ? കാറ്റോടൊക്കെ വളരെ മോശമാണ് മോനെ. സുമേഷ് ചേട്ടൻ ഇന്നലെ അടിക്കുമെന്ന് പറഞ്ഞ് 3 ടിക്കറ്റ് എടുത്തില്ല. ഞാൻ 7 അയലത്ത് വന്നില്ല. അതിന് അയാളോട് ചൂടായിട്ട് കാര്യത്തിൽ എനിക്ക് ഭാഗ്യം വേണ്ട ചങ്ങായി. സത്യമായിട്ട് അതിലൊക്കെ നമ്മക്ക് തറാമാണ് നമ്മൾ എടുക്കൂല. മുടിയെട്ടുള്ള പൈസ പോലും കയ്യിലോട്ടില്ലേ? അത് ചോദിച്ചാൽ അറാമില്ല. അതില്ല. ടിക്കറ്റ് അങ്ങ് അടിച്ച് എടുക്കങ്ങൾ. എന്തിനാ ഈ വയസ്സുകാലത്ത് നിങ്ങൾ ഇതും വിറ്റ് നടക്കാൻ നിൽക്കുന്നത്? വീട്ടിൽ അവിടെ ഒരുത്തുണ്ടല്ലോ ആ ശീതളൻ, അവനെ വല്ല പണിക്കും പറഞ്ഞയക്കണം. മോനെ എന്റെ മകളും ഞാനും കഷ്ടപ്പെട്ടിട്ടാണ് കുടുംബം പോറ്റണത്. അതുകൊണ്ട് തന്നെ പറഞ്ഞതേ. അവനെ കൊണ്ട് ഒന്നിനും പറ്റൂല. പിന്നെ എന്തിനാ ഓനങ്ങളെ പെരയിൽ നിർത്തേണ്ട? ഇറക്കി വിട്ടൂടെ? എന്റെ മോളുടെ കാര്യം നോക്കണമല്ലോ ഞാൻ. അതല്ലേ എന്റെ സത്യ സാർ ഒരു ടിക്കറ്റ് എടുത്ത് സഹായിക്കും. അയാളെ ടിക്കറ്റ് വിട്ടാലേ അയാളുടെ കുടുംബം ജയിക്കുള്ളൂ. അത് മൊത്തം കാണിക്കും. നോക്കട്ടെ ഭാഗ്യം നോക്കട്ടെ. ഭാഗ്യം നോക്കട്ടെ. ശരി ഇത് 15 ഇന്ന് 3 എടുത്തിട്ടുണ്ട് കേട്ടാ. ഇത് എന്റെ ഭാഗ്യത്തിനല്ല, അടിച്ച സുമേഷ് ചേട്ടൻ രക്ഷപ്പെട്ടു. അവിടെ ആകെ തലി കൊണ്ടിരിക്കുക. കൊടുക്കണ്ട. ആയിക്കോട്ടെ വിട്ടോളി. നാളത്തെ ലോട്ടറി നാളെയാണ്. കേരള ഭാഗ്യം. നാളെ 90 വയസ്സൊക്കെ ഉണ്ടാവില്ലേ? 87 കഴിഞ്ഞിട്ടുണ്ടാവും. നിങ്ങളെ അച്ഛനും മൂപ്പരും ഒരുമിച്ച് പഠിച്ചാൽ? അവര് കൂട്ടുകാരായിരുന്നല്ലോ. നാളെയാണ് കേരള. അയ്യോ ആക്സിഡന്റ്. ശരി, എന്താ ചെയ്യാ? 2 ലക്ഷം റുപ്യ ഇപ്പൊ കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ ഇന്ന് നടക്കും. എന്താ ചെയ്യണ? 2 ലക്ഷം രൂപ? 2 ലക്ഷമൊക്കെ പെട്ടെന്ന് എവിടെ നിന്ന് കിട്ടും?
സത്യേട്ടാ ഫോൺ വന്നപ്പോ ഞാൻ പെട്ടെന്ന് ഓടി ഇങ്ങോട്ട് പോകുന്നതാണേ. അത്രയും പൈസ ഞാൻ കരുതിയിട്ടില്ല. വീട്ടിൽ പോയാൽ എനിക്ക് 2 ദിവസം കൊണ്ട് അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പൊ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? എന്തപ്പോ ഞാൻ വിചാരിച്ച വേറെ മാർഗമൊന്നുമില്ല. ഇപ്പൊ ആരോട് പോയി ചോദിക്കും എന്നുള്ളതാണ്. ചേച്ചിയുടെ ഈ വള ഉൾപ്പെടെ കുറെ ഗോൾഡ് ഇരിപ്പില്ല കയ്യില്. അതുകൊണ്ട് പോയി പണയം വെച്ചിട്ട് അഡ്വാൻസ് ആയിട്ട് അടക്ക്. ഞാൻ 2 ദിവസത്തിനുള്ളിൽ ഈ പൈസ കൊണ്ടുവന്ന് തിരിച്ചെടുപ്പിച്ചു കൊടുക്കാം. മതിയല്ലോ, അത് മതി. സ്വർണ്ണല്ലേ? സ്വർണം പണയം വെക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്? എന്താണ്? അച്ഛന്റെ ആവശ്യത്തിനല്ലേ, വേറെ ഒന്നിനും അല്ലല്ലോ. അതെ, അതല്ല ഈ ശീതളേട്ടനോട്. മണ്ടു, ഇതിപ്പോ ശീതളം ഉണ്ടാക്കി തന്നല്ലോ നിനക്ക്. ഈ തന്ത ഉണ്ടാക്കി തന്നതല്ലേ? അതെ. അപ്പൊ ഇതിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയല്ലേ? ഞാനൊന്ന് പോയി പുള്ളിയോട് ചോദിച്ചിട്ട് പണയം വെച്ചിട്ട് പൈസയും കൊണ്ട് വരാം. പുള്ളിനോട് ചോദിക്കാതിരിക്കുക എന്തുകൊണ്ടാ? അത് പണയം വെച്ച് പൈസ ആയിട്ട് വാ. എന്നിട്ട് അതുവരെ ഞാനിവിടെ നിക്കാം. എന്നിട്ട് ഞാൻ പോയി വേണ്ട പൈസ അറേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. സത്യേട്ടാ അത് മതി. ഞാനെങ്കിൽ പോയിട്ട് വരാം. ആ പാത്രം എടുക്കട്ടെ. വേഗം വരണം. ഞാനപ്പോഴേ അവളോട് ഉള്ളതൊക്കെ എടുത്ത് വെക്കാൻ പറയാം. അവളെ വിളിച്ചിട്ട് വരാം. ഞാൻ പോയിട്ട് വരാന്നാ. ശരി. സത്യേട്ടാ ഇപ്പൊ ഈ ചികിത്സയുടെ മുഴുവൻ ചെലവ് എന്റെ പെടലേക്ക് വരുമെന്നാ തോന്നണത്. പിന്നെ പ്യാരിയെ, ഈ നിർധനരായിട്ടുള്ള ആളുകൾക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് എന്തോ ചികിത്സാ സഹായത്തെ പറ്റിയിട്ട് ഇങ്ങനെ കേട്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. എന്തായതാന്ന് എനിക്കറിയില്ല. ഞാൻ നമ്മുടെ ആ മെമ്പറായിട്ടൊന്ന് കണ്ട് സംസാരിച്ചു നോക്കിയാലോ? എന്നാ സത്യേട്ടനൊന്ന് അന്വേഷിച്ച് നോക്ക്. എന്തെങ്കിലും കിട്ടിയാൽ അതാവട്ടെ. അവനെ വൈകില്ല. You know you want me. Dangerous. The girl is so dangerous. Take away my money, throw away my time. You can call me honey, but you know damn good. പണിയും തൊഴിലും ഇല്ലാണ്ട് കിടക്കണ ആൾക്കാരെടുത്ത് ഒന്ന് കടിച്ചു. അതിലൊക്കെ തുറന്നെടുക്കുന്നുണ്ട്. അതാ കിടക്കണേ. കടക്കണ കടത്തം നോക്കിയ ആനന്ദശായന് ഒരു ഉളുപ്പുണ്ടോ നോക്കി നോക്ക്. നേരം വെളുത്തൊന്നും അറിഞ്ഞില്ലേ? ചെയ്തടാ ചെയ്തടാ. ആ എന്താ ഇവിടെ ഇരിക്കണേ? അവിടെ ഇരിക്കുന്നുണ്ട്. എടാ, എന്റെ അമ്മയച്ചന് കാലിന്റെ മുട്ടിന് ഓപ്പറേഷൻ വേണം നാളെ. അതിന് കാശില്ലാണ്ട് എന്തോ വിഷമിച്ചിട്ടാണ് എന്നെ വിളിക്കണത്. അപ്പൊ ഫോൺ എടുത്തൊന്ന് സംസാരിച്ചൂടെ? ഈ വീട്ടിലൊരു മൂത്ത മരുവനല്ലോടോ ഈ അല്ലേ? എന്താ അവന്റെ പ്രശ്നം? ആശുപത്രിയിൽ പോവാത്ത എന്താ പറയാ നിങ്ങക്ക്? അവിടെ നിക്കണ ഒരാൾക്ക് ഉച്ചക്ക് 40 ഉറുപ്പ്യാണ് ഒരു ചോറിന്. ഇപ്പൊ 3 ആൾ അവിടെ നിക്കണ്ട്. 120 ഉറുപ്പ്യ ഇപ്പൊ തന്നെ ചെലവാ. ഈ ഞാനും കൂടി പോയിട്ട് ഈ ആശുപത്രിയിൽ കിടക്കണ ഇന്ത്യയും കൂടി ചെലവ് നോക്കണം എന്നാ പറയണത്. ആ സുമേഷ് ഏട്ട ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ നാളെ ഈ പഴയ പോലെ ലോട്ടറി വിറ്റ് നടക്കാൻ പറ്റൂല. പിന്നെ ഈ കുടുംബം എങ്ങനെയാന്ന് ജീവിക്കുക? അതിനെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ അവന്? പണ്ടാറിറങ്ങിയ കൊതിനെ കൊണ്ടാ തോറ്റ്. വർദ്ധിക്കണ ആൾക്കാരെയും കൂടി വീട്ടില്ല ജന്തുക്കള്. ആ ഇല്ല, ചോറ് കൊണ്ടിരുന്നു. എന്തായി കുട്ടി അവിടെ? ഇല്ല, ചോറ് കൊണ്ടുവന്നുണ്ടാ? ചോറ് ഞാൻ ആശുപത്രിന്നാ വരണത്. അച്ഛന് ഓപ്പറേഷൻ വേണോന്ന്. അതൊക്കെ ഞാൻ പറഞ്ഞു. എന്നിട്ട് ഒരു കൂസലില്ലാണ്ടിരിക്കണില്ലേ? അതെ, ഈ വള പണയം വെക്കാന്നാ പറഞ്ഞത്. ഞാൻ ഒന്നും മിണ്ടാതെ ഇങ്ങോട്ട് പോന്നു. അതൊക്കെ എന്തിനാ അവനോട് പറയണ? എന്റെ അച്ഛൻ വാങ്ങി തന്നല്ലേ, ഒരാവശ്യത്തിനല്ലേ എടുത്താണ്ട് വെക്ക്. അതല്ല, എന്തേ ഞാൻ പറയട്ടെ. എന്താണ്? ഈ മനുഷ്യൻ ആ വളയും മേടിച്ചോണ്ട് പോയി. എന്നിട്ട് അച്ഛൻ മഴക്കുറയായിരിക്കാൻ അതുപോലത്തെ മുക്കുകൊണ്ടും മേടിച്ചു തന്നാണ്. ശീതള, അത് എത്ര ഉറുപ്പിക്കാ പണയം വെച്ചിരുന്നാ? അത് ഞങ്ങൾ തരാം. അത് പോയി എടുത്തിട്ട് വാ, എന്നിട്ട് അത് വിൽക്കാം നമുക്ക്. ഞാനത് അന്ന് തന്നെ വിറ്റു. വിറ്റോ? ഇതാ പൈസ എന്താ കാട്ടി? അത് ബേക്കറി പൊളിഞ്ഞപ്പോ അതിന് കാശിറക്കി ആൾക്ക് കൊടുത്തു. പൊന്നു ദൈവമേ, ഞാൻ എന്ത് ചെയ്യാ മനുഷ്യനെ കൊണ്ട്? ഇരിക്കണ ഇരുത്തം നോക്ക്. അതിന്റെ മോന്ത പിടിച്ച ചെവിരിൽ വെച്ച് ഒരച്ചതിന്റെ. അതെ, ഞങ്ങൾ എന്തേലും വഴിയുണ്ടോ നോക്കട്ടെ കേട്ടോ. ഇവിടെ കിടന്നിങ്ങനെ മോങ്ങി കഴിട്ടോ. പോത്ത് പോലത്തെ പറയിപ്പിക്കണ്ട.
കാലത്ത് മുതലൊരു സാധനം ഞാൻ കഴിച്ചിട്ടില്ല. കഴിക്കണ്ട, നിങ്ങൾ ചാവണതാണ് നല്ലത്. ഒന്നും കഴിക്കണ്ട. ഇത്ര നാൾ കഴിച്ചിവിടെ ഇരുന്നില്ലേ, സൂചിച്ചില്ലേ നിങ്ങള്? നീ അകത്തേക്ക് ചെല്ല്, ഞാൻ എന്തെങ്കിലും ആലോചിക്കട്ടെ. ആലോചിച്ചാണ് ഈ ഗതിയായത്. കാര്യം